ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് നമുക്ക് CBSEക്ക് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. If sec theta plus tan theta is equal to P, prove that sin theta is equal to P square minus 1 divided by P square plus 1. അപ്പൊ ഇതെങ്ങനെയാന്ന് നോക്കിയേ. നമുക്ക് ആദ്യമേ RHS എടുക്കാം. RHS P square minus 1 divided by P square plus 1. P square minus 1 divided by P square plus 1. നമുക്ക് ഇതിനകത്ത് P എന്താണെന്ന് നോക്കാം. sec theta plus tan theta അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ P square എന്ന് പറഞ്ഞാൽ എന്താണ്? sec theta plus tan theta the whole square minus 1 divided by sec theta plus tan theta the whole square plus 1. മനസ്സിലായല്ലോ. അതായത് നമ്മൾ RHS എടുക്കുമ്പോൾ P square minus 1 divided by P square plus 1 ആണ് RHS കിടക്കുന്നത്. അതില് നമുക്ക് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്? sec theta plus tan theta. അപ്പൊ നമുക്ക് P square എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? sec theta plus tan theta the whole square, പിന്നെ -1 sec theta plus tan theta the whole square plus 1. ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് a plus b the whole square രൂപത്തിലാണ് ഇത് കിടക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് a plus b the whole square എന്താണെന്നുള്ളത്. അപ്പം a plus b the whole square is equal to എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? a square plus b square plus 2ab അല്ലേ, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. അപ്പം a plus b the whole square എന്താണ്? ഇത് aയും b യും ആയിട്ട് എടുക്കുവാണെങ്കിൽ എന്താണ്? c square theta plus tan square theta plus 2 sec theta tan theta. എക്സ്പാൻഡ് ചെയ്ത് മനസ്സിലായോ? അപ്പം a square plus b square plus 2 into ab 2 into sec theta into tan theta divided by, അതുപോലെ തന്നെ അടുത്തത് c square theta plus tan square theta plus 2 sec theta tan theta. ഇവിടെ എന്താണ് പറഞ്ഞാൽ P square minus 1, അപ്പൊ ഇവിടെ -1 എഴുതാം. P square plus 1 ഇവിടെ +1 എഴുതാം. ഓക്കെ, നമുക്ക് ഈ c square theta -1 എന്നുള്ളത് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. c square theta -1 plus tan square theta plus 2 sec theta tan theta. അതുകൊണ്ടൊക്കെ തന്നെ ഈ +1 ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാം. c square theta plus 1 plus tan square theta plus 2 sec theta tan theta. അപ്പൊ നിങ്ങൾ ഇപ്പം വിചാരിക്കും എന്തുകൊണ്ടാണ് c square theta കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് -1 അറേഞ്ച് ചെയ്തതെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും. എന്നാ tan square theta കഴിഞ്ഞിട്ട് +1 വന്നാൽ പോരായിരുന്നോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് നമുക്ക് ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യുമ്പം ഈ c square theta -1നും അതുകൊണ്ട് തന്നെ 1 ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തതിന്റെ 1 plus tan square theta എന്നുള്ളത് നമ്മൾ ഐഡന്റിറ്റി ഇവിടെ പഠിക്കുന്നുണ്ട്. c square theta -1 is equal to tan square theta, c square theta is equal to 1 plus tan square theta. ഈ രണ്ട് ഐഡന്റിറ്റി അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ c square theta -1 എന്ന് പറഞ്ഞാൽ എന്താണ്? tan square theta plus tan square theta plus 2 sec theta tan theta divided by c square theta plus 1 plus tan square theta എന്താണ്? c square theta plus 2 sec theta tan theta. ഓക്കെ, നോക്കിയേ. tan square theta plus tan square theta എന്താണ്? tan square theta plus tan square theta 2 tan square theta plus 2 sec theta tan theta divided by c square theta plus 2 sec square theta 2 c square theta plus 2 sec theta tan theta
നോക്കിയാൽ നമുക്ക് കാണാം 2 കോമൺ ആയിട്ടുണ്ട്, ടാൻ കോമൺ ആയിട്ടുണ്ട് അല്ലെ? 2 ടാനും കോമൺ ആയിട്ടുണ്ട്. ഇവിടെ 2 കോമൺ ആയിട്ടുണ്ട്, സിക്ക് കോമൺ ആയിട്ടുണ്ട്, ഇവിടെ സിക്കും 2ഉം കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ളത് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഈ 2 ടാൻ വെളിയിലേക്ക് എടുക്കാം അല്ലെ? 2 ടാൻ തീറ്റ വെളിയിലേക്ക് എടുക്കുമ്പോ ഇവിടെ അകത്ത് എന്ത് വരും? 2 ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ഡിവൈഡ് ബൈ, ഇത് വെളിയിലേക്ക് എടുക്കുക, സിക്ക് വെളിയിലേക്ക് എടുക്കുക, 2 സീക് തീറ്റ ഇൻറ്റു സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ഇടുക. 2 ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ, 2 ടാൻ സ്ക്വയർ തീറ്റ, 2 ടാൻ തീറ്റ ഇൻറ്റു സീക് തീറ്റ, 2 സീക് തീറ്റ ടാൻ തീറ്റ, 2 സീക് തീറ്റ ഇൻറ്റു സീക് തീറ്റ, 2 സീ സ്ക്വയർ തീറ്റ, 2 സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ, 2 സീക് തീറ്റ ടാൻ തീറ്റ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കിയേ, ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോവും, ടാൻ തീറ്റയും പ്ലസ് സീക് തീറ്റയും സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി പോയിട്ട് എന്താണ്? ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്? സീക് തീറ്റ അല്ലെ? നോക്കിയേ, ഈ ടാൻ തീറ്റ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ തന്നെ സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ. നമുക്ക് ഈ കോസ് തീറ്റയും ഈ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി പോയിട്ട് എങ്ങനെയാ ക്യാൻസൽ ചെയ്യുന്നത് മനസ്സിലായല്ലോ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 ബൈ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ എടുക്കും. അപ്പോഴാണ് ഇത് കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ബാക്കി പോയിട്ട് എത്ര കിട്ടും? സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? പി സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ പി സ്ക്വയർ പ്ലസ് 1. അതാണല്ലോ നമ്മൾ RHS എടുത്തത്. അപ്പം ഹെൻസ് LHS ഈസ് ഈക്വൽ ടു എന്താണ്? RHS. പ്രൂവ്ഡ്. ഓക്കെ, അപ്പം ഈ കണക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളുടെ ഇതിൽ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാം. അത് കണക്ക് തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അത് കണക്ക് തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. നന്ദി.